നമസ്കാരം, സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്ലാസ് റൂമിലെ ചില വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സഹായിക്കുന്ന രണ്ട് കിടിലൻ ആശയങ്ങളെക്കുറിച്ചാണ്. ശരിക്കും ഒരു ടീച്ചറുടെ ടൂൾ കിറ്റ് എന്ന് തന്നെ പറയാം. ദിവസത്തെ അവസാനത്തെ പീരീഡ്. എന്തുകൊണ്ടാണ് ക്ലാസ് എപ്പോഴും ഇത്ര പാടായി തോന്നുന്നത്? നിങ്ങൾ ടീച്ചറായാലും കുട്ടിയായാലും ഇത് അനുഭവിച്ചിട്ടുണ്ടാവും, അല്ലേ? വാ, നമുക്കിതിന്റെ പിന്നിലെ കാരണമൊന്ന് നോക്കാം. അതെ, ഇതാണ് ആ ലാസ്റ്റ് പീരീഡ് പ്രോബ്ലം. കുട്ടികളാണെങ്കിൽ ക്ഷീണിച്ച് എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ മതിയെന്നുള്ള ഇരിപ്പായിരിക്കും. ശ്രദ്ധയൊക്കെ എപ്പോഴേ ക്ലാസ്സിന് പുറത്തു പോയിട്ടുണ്ടാവും. അപ്പോൾ അവരെ പഠിപ്പിക്കുക എന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്ത ടാസ്ക് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കോമൺ ക്ലാസ് റൂം പ്രശ്നത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളൊരു ടീച്ചറാണെന്ന്. ക്ലാസ്സിൽ കയറുമ്പോൾ കുട്ടികൾ ആരും ശ്രദ്ധിക്കുന്നില്ല. എന്തു ചെയ്യും? വെറുതെ ഒച്ചയെടുത്തിട്ടോ വഴക്കു പറഞ്ഞിട്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് വേണ്ടത് ഇതിനൊരു സിസ്റ്റമാറ്റിക് ആയ പരിഹാരമാണ്. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ സഹായിക്കുന്ന ഒരു കിടിലൻ ടൂളുണ്ട്. വെറുമൊരു തിയറിയല്ല, ശരിക്കും ടീച്ചേഴ്സിനെ ക്ലാസ് റൂമിൽ നേരിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റിസർച്ച് ടൂൾ. അപ്പോൾ എന്താണ് ഈ ആക്ഷൻ റിസർച്ച്? സ്റ്റീഫൻ എം കോറി എന്ന് പറയുന്ന ആൾ കൊണ്ടുവന്ന ഒരു ഐഡിയയാണിത്. സിമ്പിളായി പറഞ്ഞാൽ, ടീച്ചേഴ്സിനെ അവരുടെ സ്വന്തം ക്ലാസ് റൂമിലെ പ്രശ്നങ്ങൾ സയന്റിഫിക്കായി പഠിച്ച് പരിഹരിക്കാനുള്ള ഒരു പ്രോസസ്സ്. വെറുതെ എന്തെങ്കിലും ഊഹിച്ച് ചെയ്യുന്നതിന് പകരം കൃത്യമായി പഠിച്ചൊരു പരിഹാരം കണ്ടെത്തുക, അതാണ് സംഭവം. ഈ ഒരു വാചകം നോക്കൂ: അധ്യാപകന്റെ ഗവേഷണം, അധ്യാപകനു വേണ്ടി, അധ്യാപകനാൽ. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, പുറത്തുനിന്ന് ഏതോ ഒരു എക്സ്പേർട്ട് വന്ന് നിങ്ങളുടെ ക്ലാസ്സിലെ പ്രശ്നം പരിഹരിക്കുകയല്ല. പകരം ആ പ്രശ്നം നേരിടുന്ന ടീച്ചർ തന്നെ ഒരു ഗവേഷകനായി മാറുകയാണ്. വളരെ പവർഫുള്ളായ ഒരു ആശയമാണിത്. അപ്പോൾ ഈ ആക്ഷൻ റിസർച്ചിന് 6 സ്റ്റെപ്പുകളുണ്ട്. ഒന്നാമത്തേത്, പ്രശ്നം എന്താണെന്ന് തിരിച്ചറിയുക. 2, ആ പ്രശ്നം കൃത്യമായിട്ട് എന്താണെന്ന് പറയുക. 3, ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അനലൈസ് ചെയ്യുക. 4, ഒരു പരിഹാരം ഇങ്ങനെയാവാം എന്നൊരു ഹൈപ്പോത്തസിസ് ഉണ്ടാക്കുക. 5, ആ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ടാക്കുക. അവസാനം 6ാമത്തെ സ്റ്റെപ്പ്, ഒരു നിഗമനത്തിലെത്തുക. കണ്ടില്ലേ, വളരെ ലോജിക്കലായൊരു പ്രോസസ്സാണിത്. ഓക്കെ, അപ്പോൾ ആക്ഷൻ റിസർച്ച് എന്ന പ്രോസസ്സ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ഒരു ചോദ്യമുണ്ട്. നമ്മുടെ ഈ ലാസ്റ്റ് പീരീഡ് പ്രോബ്ലം പരിഹരിക്കാൻ എങ്ങനത്തെ ഹൈപ്പോത്തസിസാണ് ആ ടീച്ചർ ഉണ്ടാക്കേണ്ടത്? വെറുതെ ഒരു പ്രോസസ്സ് കയ്യിലുണ്ടായിട്ട് കാര്യമില്ലല്ലോ. ആ കുട്ടികൾ എന്തിനാണ് അങ്ങനെ പെരുമാറുന്നത് എന്നതിനെപ്പറ്റി ഒരു ഐഡിയ വേണ്ടേ? അവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ സൂപ്പർ ഐഡിയ വരുന്നത്. അതെ, ബുദ്ധിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന രീതിയെ തന്നെ മാറ്റിമറിച്ച ഒരു പുതിയ കാഴ്ചപ്പാട്. ഇത് ശരിക്കും കുട്ടികളെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പുതിയ കണ്ണട പോലെയാണ്. നമ്മൾ സാധാരണ ബുദ്ധി എന്ന് പറയുമ്പോൾ എന്താണ് ഓർമ്മ വരുന്നത്? പരീക്ഷയിലെ മാർക്ക്, അല്ലേ? എന്നാൽ ഹോവാർഡ് ഗാർഡനർ പറഞ്ഞു, അതല്ല ബുദ്ധി. ബുദ്ധിക്ക് ഒരൊറ്റ മുഖമല്ല, 9 വ്യത്യസ്ത മുഖങ്ങളുണ്ട്. 9 തരത്തിൽ സ്മാർട്ടാകാൻ കഴിയും. ഈ ആശയത്തിലേക്കെത്തുന്നതിന് മുൻപ് ചെറിയൊരു ചരിത്രമുണ്ട്. ഇന്റലിജൻസ് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിക്കുന്നത് സിസറോയാണ്. പിന്നീട് ഗാൽട്ടൺ ആദ്യത്തെ ഇന്റലിജൻസ് ടെസ്റ്റൊക്കെ ഉണ്ടാക്കി. പക്ഷേ ഈ കൺസെപ്റ്റിനെ മൊത്തത്തിൽ പൊളിച്ചെഴുതിയത് ഹോവാർഡ് ഗാർഡനറാണ്. അദ്ദേഹമാണ് ഈ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന തിയറി മുന്നോട്ട് വെച്ചത്. ഗാർഡനറുടെ ഈ തിയറി ഒറ്റയടിക്ക് വന്നതല്ല. 1993 ഇറങ്ങിയ ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം 7 തരം ബുദ്ധികളെക്കുറിച്ച് പറഞ്ഞു. പിന്നീട് 1999 ഇന്റലിജൻസ് റീഫ്രെയിംഡ് എന്ന പുസ്തകത്തിൽ 2 എണ്ണം കൂടി ചേർത്തു. അങ്ങനെയാണ് 9 എണ്ണമായത്. ശരി, അപ്പോൾ ഏതൊക്കെയാണ് ഈ 9 തരം ബുദ്ധികൾ? നമുക്ക് പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കാം. ആദ്യത്തേത് വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ്, അതായത് ചിത്രങ്ങളിലൂടെയും രൂപങ്ങളിലൂടെയും ചിന്തിക്കുന്നവർ. മാപ്പുകൾ നോക്കി വഴി കണ്ടുപിടിക്കുന്നതിലും പടം വരയ്ക്കുന്നതിലും ഡിസൈൻ ചെയ്യുന്നതിലുമൊക്കെ ഇവർ മിടുക്കരായിരിക്കും. നിങ്ങളുടെ ക്ലാസ്സിലെ ആർട്ടിസ്റ്റുകളൊക്കെ ഈ ഗണത്തിൽ വരും. അടുത്തത് ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ്. സിമ്പിളായി പറഞ്ഞാൽ, ശരീരം കൊണ്ട് പഠിക്കുന്നവർ. ഡാൻസ്, സ്പോർട്സ്, അഭിനയം, ഇതിലൊക്കെ കഴിവുള്ളവർ. ക്ലാസ്സിൽ ഒരിടത്തടങ്ങിയിരിക്കാൻ ബുദ്ധിമുട്ടുള്ള, എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ടല്ലോ, അവർക്കൊരുപക്ഷേ ഈ ബുദ്ധിയായിരിക്കും കൂടുതൽ. ഇനി എപ്പോഴും കൺഫ്യൂഷനാകുന്ന 2 എണ്ണമുണ്ട്: ഇന്റർപേഴ്സണലും ഇൻട്രാപേഴ്സണലും. ഇന്റർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടത്, അതായത് മറ്റുള്ളവരുടെ വികാരങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനും അവരുമായി നന്നായി ഇടപഴകാനും കഴിവുള്ളവർ, ഗ്രൂപ്പ് വർക്കിലൊക്കെ തിളങ്ങുന്നവർ. എന്നാൽ ഇൻട്രാ എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് നോക്കുന്നത്, അതായത് സ്വയം മനസ്സിലാക്കാനുള്ള കഴിവ്, സ്വന്തം വികാരങ്ങളെയും ചിന്തകളെയും പറ്റി നല്ല ബോധമുള്ളവർ. ഇവർക്ക് തനിച്ചിരുന്ന് ആലോചിക്കാനാവും കൂടുതലിഷ്ടം. ഇനി ബാക്കിയുള്ളവ കൂടി പെട്ടെന്ന് പറയാം. ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്, വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്നവർ, അതായത് എഴുത്തിലും സംസാരത്തിലുമൊക്കെ മിടുക്കരായവർ. ലോജിക്കൽ മാത്തമാറ്റിക്കൽ, കണക്കിലും യുക്തിയിലും കഴിവുള്ളവർ. മ്യൂസിക്കൽ, സംഗീതവും താളവുമൊക്കെ പെട്ടെന്ന് വഴങ്ങുന്നവർ. പിന്നെ നാച്ചുറലിസ്റ്റിക്, പ്രകൃതിയെക്കുറിച്ച് പഠിക്കാൻ ഇഷ്ടമുള്ളവർ. അവസാനം എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ്, ജീവിതം, മരണം തുടങ്ങിയ വലിയ ചോദ്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നവർ. കണ്ടില്ലേ, എത്ര വ്യത്യസ്തമായ കഴിവുകളാണ്!
ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ 2 വലിയ ഐഡിയകളുണ്ട്. ഒന്ന് ആക്ഷൻ റിസർച്ച്, 2 മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. ഇവർ രണ്ടും കൂടിച്ചേരുമ്പോൾ ഒരു ടീച്ചർക്ക് കിട്ടുന്ന ഒരു പവർഫുൾ ടൂൾ കിറ്റ് എന്താണെന്ന് നോക്കാം. നോക്കൂ, ഇത് വളരെ സിമ്പിളാണ്. ആക്ഷൻ റിസർച്ച് എന്നത് ആ പ്രോസസ്സാണ്. അതായത് ഒരു പ്രശ്നം എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പരിഹരിക്കാമെന്ന് പറയുന്നു. അതേസമയം മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്നത് ഒരു ലെൻസ് അല്ലെങ്കിൽ ഒരു പുതിയ കാഴ്ചപ്പാടാണ്. കുട്ടികൾ എന്തിനാണ് അങ്ങനെ പെരുമാറുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇത് നമ്മളെ സഹായിക്കുന്നു. ഒന്ന് ഹൗ ആണെങ്കിൽ മറ്റേത് വൈ ആണ്. അപ്പോൾ ഈ പുതിയ ലെൻസിലൂടെ നോക്കുമ്പോൾ ആ ലാസ്റ്റ് പീരീഡ് പ്രോബ്ലം വെറുമൊരു അച്ചടക്ക പ്രശ്നമല്ലാതായി മാറുന്നു. അത് സത്യത്തിൽ ഒരു എൻഗേജ്മെന്റ് പ്രശ്നമാണ്. അതായത് കുട്ടികളെ ക്ലാസ്സിൽ പിടിച്ചിരുത്താൻ നമുക്ക് കഴിയുന്നില്ല എന്ന പ്രശ്നം. ഈ ഒരു തിരിച്ചറിവ് കിട്ടിയാൽ പിന്നെ പരിഹാരങ്ങൾ ഒരുപാടുണ്ട്. അവസാനത്തെ പീരീഡിൽ വെറുതെ ലെക്ചർ എടുക്കുന്നതിന് പകരം ഭാഷയിൽ മിടുക്കരായ കുട്ടികൾക്ക് ഒരു ഡിബേറ്റ് വെക്കാം. ഗ്രൂപ്പായി പ്രവർത്തിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒരു പ്രോജക്റ്റ് കൊടുക്കാം. എപ്പോഴും ഓടിച്ചാടി നടക്കുന്ന കുട്ടികളെ കൊണ്ട് ഒരു റോൾ പ്ലേ ചെയ്യിക്കാം. അല്ലെങ്കിൽ സംഗീതത്തിൽ താൽപ്പര്യമുള്ളവരെ കൊണ്ട് ആ വിഷയത്തെക്കുറിച്ചൊരു പാട്ടുണ്ടാക്കാൻ പറയാം. സാധ്യതകൾ ഒരുപാടാണ്. അപ്പോൾ ആത്യന്തികമായി എന്താണ് സംഭവിക്കുന്നത്? ടീച്ചറുടെ ലക്ഷ്യം മാറുകയാണ്. കുട്ടികളെ എങ്ങനെയും കൺട്രോൾ ചെയ്യുക എന്നതിൽ നിന്ന് ഓരോ കുട്ടിയെയും മനസ്സിലാക്കി അവരെ എൻഗേജ് ചെയ്യിക്കുക എന്നതിലേക്ക് ഫോക്കസ് മാറുന്നു. അപ്പോൾ ഈ ഒരു ചോദ്യം ബാക്കി വെച്ച് നമുക്ക് നിർത്താം. കുട്ടികൾക്ക് പഠിക്കാൻ കുറഞ്ഞത് 9 വഴികളുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് അവരെ ഇപ്പോഴും ഒരേയൊരു വഴിയിലൂടെ മാത്രം പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ശരിക്കും നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ ഇത്?